الرحيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ, പ്രപഞ്ചനാഥന്റെ, പരമകാരുണ്യനായ റബ്ബിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ സർവാത്മന പകർത്തി രഹസ്യത്തിലും പരസ്യത്തിലും മാതൃകകളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ ഔദാര്യം കാണിക്കുന്ന പടച്ചവനാണ്. രണ്ട് കാര്യങ്ങൾ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലാഹു നിങ്ങൾക്ക് ആകാശഭൂമികളിൽ നിന്ന് ബർക്കത്ത് ചൊരിഞ്ഞു തരും എന്ന് അല്ലാഹു അവന്റെ വേദഗ്രന്ഥമായ ഖുർആനിലെ സൂറത്ത് അഅറാഫ് 7-ാം അധ്യായം അതിന്റെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി. ആ ഗ്രാമവാസികൾ, ആ പട്ടണവാസികൾ, ആ പ്രദേശവാസികൾ അവർ ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ തീർച്ചയായും ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കും. പക്ഷേ വലാകിൻ കസ്സബു ലഅഖ്ദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷേ അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത്, നന്ദികേട് കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ നാം അവരെ പിടിച്ച് ശിക്ഷിക്കുകയുണ്ടായി എന്ന് അല്ലാഹു പറയുകയാണ്. ലോകത്ത് 50 സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് അമേരിക്ക. അതിലെ ലോസ് ഏഞ്ചൽസിലും കാലിഫോർണിയയിലും ഈ അടുത്ത ദിനങ്ങളിൽ വലിയ കാട്ടുതീയുടെ വരവുണ്ടായി. അത് സംഹാര താണ്ഡവമാടി കടന്നുപോയി. കോടികളുടെ നഷ്ടമുണ്ടായി. 10,000-ന്റെ മീതെ 12,000-ത്തിലധികം വരുന്ന വീടുകൾ, കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ എല്ലാം കത്തിച്ചാമ്പലായി മണ്ണോട് മണ്ണ് ചേർന്നു. നൂറ്റാണ്ടുകളായി രൂപീകരിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതുമായ സകലമാന സംവിധാനങ്ങളും തകർന്നുപോയി. ഹോളിവുഡ് താരങ്ങൾ വരെ വിലാപങ്ങളുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. ഫലസ്തീനിലെ കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ ആഹ്ലാദിച്ചവർ വരെ അവിടെ വലിയ കരച്ചിലുമായി സോഷ്യൽ മീഡിയകളിൽ അവരുടെ കരച്ചിൽ വൈറലായി തീർന്നു. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, രാജാതിരാജനായ തമ്പുരാൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യരോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്.
തീർച്ചയായും ഈമാൻ ഉണ്ടാവുക. എന്താണ് ഈമാൻ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 82-ാമത്തെ വചനമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ഈമാനിൽ ദുൽമ കലർത്താതിരിക്കുന്നവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളവർ. അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീർത്തു പറയുകയാണ്. അവർക്കാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നിർഭയത്വമുള്ളത് എന്ന് അള്ളാഹു ആ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നു. 30-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനിലെ അധ്യായത്തിലൂടെ, സൂറത്ത് റൂം 30-ാമത്തെ അധ്യായത്തിലൂടെ അള്ളാഹു പറയുന്ന വളരെ മനോഹരമായ ഒരു ഖുർആനിക വചനമുണ്ട്. ആ വചനത്തിൽ അള്ളാഹു പറയുന്നത്, തീർച്ചയായും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة إن الذين قالوا ربنا الله അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന ഈമാൻ ഉൾക്കൊള്ളുകയും സുമ്മസ്തഖാമു പിന്നെ നേരെ ചൊവ്വെ തുടരുകയും അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ഈമാനിൽ ദുൽമ കലരാതിരിക്കുകയും ചെയ്തവരാരോ അവരെ സംബന്ധിച്ചിടത്തോളം ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ടതുമില്ല എന്ന് മലക്കുകൾ അവരോട് പറയും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിരുന്നു എന്ന് പറയും. അള്ളാഹുവിന്റെ കണക്കൊത്ത സമ്മാനമാണ് ഈ സ്വർഗമെന്നും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്നും അവരോട് പറയപ്പെടും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുകയാണ്. ഈമാനാണ് ഒരു വിശ്വാസിയെ കാലത്തിൽ ആറാബു ആമന്നാ കുല്ലം തുഅ്മിനു വലകിൻ ഖുലു അസ്ലംനാ വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. സൂറത്ത് ഹുജറാത്ത് 49-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. അറാബികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ മുസ്ലിമായി എന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്ന് അല്ലാഹു തീർത്തു പറയുകയാണ്. അപ്പൊ ഈമാനിന്റെ കേന്ദ്രം ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല എന്ന തീരുമാനത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത്. മലക്കുകളോടാകട്ടെ, ജിന്നുകളോടാകട്ടെ, സൃഷ്ടികളോടാകട്ടെ, അമ്പിയാക്കളോടാകട്ടെ, വലീകളോടാകട്ടെ, ഒരു ദുആ, പ്രാർത്ഥന എന്ന് പറയുന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ദുആ അല്ലാഹു അല്ലാത്തവരോട് സമർപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖൽബിൽ തട്ടിയുള്ള ദുആ, യഥാർത്ഥമായ പ്രാർത്ഥന അത് അല്ലാഹുവിനോടാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. ഖുർആനിലെ സൂറത്ത് ഗാഫിർ 40-ാം അധ്യായം അവിടെ 60-ാമത്തെ വചനത്തിൽ പറയുന്നത്, റബ്ബിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. അവനോട് ദുആ ഇറക്കുന്ന കാര്യത്തിൽ ആരാണോ അഹങ്കാരം നടിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ വിട്ടുപോകുന്നത്, ആരാണോ സത്യത്തെ നിഷേധിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഭയചകിതമായ ഒരു ലോകത്തിലെ ശിക്ഷ അവർക്ക് വരാനുണ്ട്. ആരാണോ റബ്ബിൽ പങ്കു ചേർക്കുന്നത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 72-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് അക്കാര്യമാണ്. നിങ്ങൾ തൗഹീദിലായിരിക്കുന്ന കാലത്തോളം, നിങ്ങൾ തഖ്വയിലായിരിക്കുന്ന കാലത്തോളം, ഇത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അവൻ നിങ്ങൾക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി തരും എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സൂറത്ത് ആറാഫിലെ 96-ാമത്തെ വചനത്തിലൂടെ ഈമാനുള്ള തഖ്വയുള്ള ആളുകൾക്ക് ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അവർക്ക് ബർക്കത്ത് ചൊരിയുമെന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ വാക്ക് ഒരിക്കലും തെറ്റിക്കപ്പെടുകയില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യവാഗ്ദാനമാണ്, അത് ലംഘിക്കപ്പെടുകയില്ല. പടച്ചവൻ ഒരാളോടും അനീതി കാണിക്കുകയുമില്ല എന്ന് അല്ലാഹു തീർത്തു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവൻ അത് തൗഹീദ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ലോകത്ത് വന്ന സകലമാന പ്രവാചകന്മാരും വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമൂഹത്തിലും മാർഗദർശികൾ ഉണ്ടായിട്ടുണ്ട്.
വലഖദ് ബാസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 16-ാം അധ്യായത്തിലും ഖുർആനിലെ 25-ാമത്തെ അധ്യായത്തിലും ഇക്കാര്യം അടിവരയിട്ടുകൊണ്ട് അല്ലാഹു പറയും, എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിനാണ്? ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും എല്ലാവർക്കും വേണ്ടി സന്തോഷവാർത്ത അറിയിക്കുന്നവനായി അതോടൊപ്പം താക്കീതുകാരനായി അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചു എന്നാണ് 28-ാം അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. ഓ നബിയെ, അങ്ങയെ സാക്ഷിയാക്കി, ഷാഹിദാക്കി. നദീറാണ്, അങ്ങ് ബഷീറാണ്, നരകത്തെ കുറിച്ചുള്ള താക്കീതാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ, സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനമാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങളെ താക്കീത് ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യമാണ് സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, ലോകത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ. അദ്ദഅവതു ഇലല്ലാഹ് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ മാ തആലൂ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ വചനത്തിലും 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 46-ാമത്തെ വചനത്തിലും 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 125-ാമത്തെ വചനത്തിലും ഈ റബ്ബിലേക്കുള്ള ക്ഷണവും അവരിലുള്ള വിശ്വാസവുമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. സൂറത്ത് ആൽ ഇംറാനിലാകട്ടെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, ഞങ്ങളെ ക്ഷണിച്ചു. ആര് ഞങ്ങളെ വിളിച്ചു? ആരാണ് ഞങ്ങളെ വിളിക്കുന്നത്? എന്തിലേക്കാണ് ഞങ്ങളെ വിളിക്കുന്നത്? ഈമാനിലേക്കാണ്. ഈമാനിലേക്കാണ്. മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും, ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാനാണ് എന്നതാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് 46-ാം അധ്യായം 13-ലും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ തീർച്ചയായും അവർക്ക് വലിയ പ്രത്യേകതകളുണ്ട്. അവരുടെ ഉദാഹരണം പറയുന്നിടത്ത് റബ്ബ് പറഞ്ഞ വളരെ മനോഹരമായ വാക്ക് സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 24-ാമത്തെ വചനം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ. അതൊരു ആ വചനത്തിന്റെ മനോഹരമായ ഉദാഹരണം ഒരു വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതെ, എത്ര തന്നെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും മറഞ്ഞു വീഴാത്ത, കടപുകയിൽ വീഴാത്ത വൃക്ഷത്തെ പോലെ. അതേ, 5 ഇരുട്ടറകളിൽ ഉള്ളിൽ വെച്ച് മഹാനായ യൂനുസ് നബി പ്രഖ്യാപിച്ചതാണ്. ആകാശത്തിന്റെ കാർമേഘങ്ങളുടെ ഇരുട്ടും രാത്രിയുടെ ഇരുട്ടും കടലിലെ ഉപരിതലത്തിലെ ഇരുട്ടും ആഴക്കടലിലെ ഇരുട്ടും മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അതാണ് വളരെ പ്രധാനമായ വാചകം. ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. എത്ര വ്യക്തമാണ്. അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നത്. ലോകത്തിലെ കോടാനുകോടി മലക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. നീതിബോധമുള്ള സകലമാന ആലിമുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല എന്നത്. സഹോദരിമാരെ, സഹോദരന്മാരെ, 800 കോടി മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൂറത്ത് യൂസുഫിലെ 12-ാം അധ്യായം 108-ാമത്തെ വചനത്തിൽ വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി എന്ന വാചകം റസൂലുള്ളാഹി പറയാണ്. ഇതാകുന്നു എന്റെ മാർഗം. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹു ആകട്ടെ നിങ്ങളെ ക്ഷണിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും, അതേ ക്ഷമിച്ചതുകൊണ്ട് സ്വർഗത്തിലെന്നാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ മനോഹരമായ 25-ാമത്തെ വചനമാണ്.
അപ്പൊ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം, അള്ളയാകട്ടെ നമ്മളെ സ്വർഗത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്. ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തത് അവരാണ് വിജയിച്ചവർ എന്ന് 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിലും പറയും. സൂറത്ത് അൻഫാലിൽ മനോഹരമായ ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്നല്ലദീൻ, നോക്കൂ, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം 2-ാമത്തെ വചനം ഇങ്ങനെയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് മുഅ്മിൻ, ആരാണ് സത്യവിശ്വാസി? 3 പ്രസിദ്ധമായ ഗുണം ആ വ്യക്തിക്കുണ്ടാകും. ഒന്നെന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. മായിസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യഭിചരിച്ചു പോവുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഗദ്ഗദകണ്ഠനായി, ദുഃഖിതനായി, മ്ലാനതനായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, തുഹിർനീ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണം, എന്നെ എറിഞ്ഞുകൊല്ലണം എന്നാണ് ആ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മായിസിനെ പലവരും തിരിച്ചുവിട്ടെങ്കിലും മായിസ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ, ആ നരകത്തിന്റെ ഭയാനകത, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ് വഅതാന റസൂലാ. സൂറത്ത് അഹ്സാബിലെ 66-ാമത്തെ വചനമാണ്. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ദിവസം വ്യഭിചാരികൾക്കുള്ള ശിക്ഷ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭൂമിയിൽ അരവരെ മണ്ണിൽ കുഴിച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആളാണ് മായിസ് റളിയല്ലാഹു അൻഹു. അവർ ഭയപ്പെടുകയായിരുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കുകയായിരുന്നു. സൂറത്തുൻ നൂറിൽ 24-ാം അധ്യായത്തിൽ മനോഹരമായ മറ്റൊരു വചനമുണ്ട്. അതാ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുന്നു, അള്ളാഹുലേക്കുള്ള വിളി ഉയരുന്നു. അവിടെയാണ് സൂറത്ത് മുഅ്മിനൂൻ പറഞ്ഞ പോലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തരായിക്കൊണ്ട് റബ്ബിന്റെ പള്ളിയിലേക്ക് അവർ വരും. കച്ചവടമാകട്ടെ, വിനോദമാകട്ടെ, അവർക്ക് തടസ്സമാകുന്നില്ല. കാരണം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നുണ്ട് എന്നാണ് സൂറത്ത് നൂറിലെ 37-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഇങ്ങനെ റബ്ബിനെ ഭയപ്പെടുന്ന അവസ്ഥ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുൽ അസീസിന്റെ രാജകൊട്ടാരത്തിൽ യുവാവായി, സുമുഖനായി, സൗന്ദര്യവാനായി എല്ലാ അവസരങ്ങളും ലഭിച്ച് അങ്ങനെ ജീവിതത്തിന്റെ ഒരു സ്വകാര്യതയിൽ അവിടെയുള്ള രാജ്ഞിയും യൂസുഫ് നബിയും ഒറ്റപ്പെടുന്ന നിമിഷം, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് വിളിക്കുമ്പോഴും നിഷ്കളങ്കനായി ആ ബെഡ്റൂമിൽ കയറി ചെല്ലുമ്പോൾ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല യൂസുഫ് നബി. ആ യൂസുഫ് നബിയെ വിളിച്ചപ്പോ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ എന്ന് ചോദിച്ച ചരിത്രം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. എന്നിട്ട് യൂസുഫ് നബി പറഞ്ഞതായും സുലേഖ പറഞ്ഞതായും അള്ളാഹു ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. 12-ാം അധ്യായം 53-ാമത്തെ വചനമാണ് സൂറത്ത് യൂസുഫിൽ. അവിടെയും പറയുന്നത് മനുഷ്യന്റെ മനസ്സ് പാപത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും ശുദ്ധീകരിച്ചെടുക്കാൻ ആഗ്രഹിച്ചത് ആത്മാവിനെയാണ്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. സൂറത്ത് ശംസിലെ 7 മുതൽ 10 വരെയുള്ള വചനമാണ്. ആത്മാവിനെ ആരാണോ ശുദ്ധീകരിച്ചത്, അലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു, അത് നിങ്ങളുടെ ഹൃദയമാണ്. ഫീ ഖുലൂബിഹിം മർളും ഫസാദഹും അല്ലാഹു മർളാ. ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, അസൂയ, ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. അതില്ലായ്മ ചെയ്യുന്നത് തൗഹീദാണ്, അതില്ലായ്മ ചെയ്യുന്നത് തസ്കിയത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ ഗൗരവമായി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതക്ക്
അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിരുന്നില്ല. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് 13 കൊല്ലം മക്കയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖാദയിൽ മജാസിൽ മജന്നായിൽ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അതായിരുന്നു അവരുടെ തത്വം. അതാണ് നമുക്ക് ഈ നാട്ടിലും പറയാനുള്ളത്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത്, ഒരു ബഹുസ്വരതയുടെ നാട്ടിൽ നമുക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചാണ്, മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനെ സംബന്ധിച്ചാണ്. അത് പറയുന്ന നാവുകളാവണം നമ്മുടെ, അതിലേക്ക് ക്ഷണിക്കുന്ന ജീവിതമാകണം നമ്മുടേത്. അതാണ് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്രകാരം റബ്ബിനെ ഭയപ്പെട്ട്, റബ്ബിനെ സൂക്ഷിച്ച്, രഹസ്യത്തിലും പരസ്യത്തിലും അവന്റെ നിയമങ്ങളെ പാലിച്ച്, സ്വർഗത്തെ പ്രതീക്ഷിച്ചും നരകത്തിൽ നിന്ന് മോചനം തേടിയും ജീവിക്കേണ്ടവരാണ് സർവശക്തനായ പ്രപഞ്ചനാഥൻ. അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, 79-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനം. ആർ ഇച്ഛയെ നിയന്ത്രിക്കുകയും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്ന ദിനത്തെ പേടിക്കുകയും ചെയ്തു, അവന് സ്വർഗമുണ്ട് എന്നാണ്. അത് തന്നെയാണ് സൂറത്തുൽ കഹ്ഫിന്റെ വെള്ളിയാഴ്ച നാം പാരായണം ചെയ്യുന്ന 18-ാം അധ്യായത്തിന്റെ 110-ാമത്തെ വചനത്തിലും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്നവർ അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും അതിൽ ശിർക്ക് വരാതെ ശ്രദ്ധിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു പറയുന്നു. റിയാ ശിർക്കുൽ അസ്ഗറാണ്, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ലോകമാന്യം അതില്ലാതിരിക്കാൻ. ഇഖ്ലാസ് എന്ന പദത്തിന്റെ അർത്ഥം ലബനൻ ഖാലിസ എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ അല്ലാഹു വേർതിരിക്കുന്ന ശുദ്ധമായ പാൽ. അല്ലാഹുവിലേക്ക് ഒന്നിനെയും പങ്കുചേർക്കാത്ത അവസ്ഥ. ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. സൂറത്ത് അൻകബൂത്തിലെ 32-ലും സൂറത്ത് ബയ്യിനയിലെ 5-ലും അല്ലാഹു പറയുന്ന കാര്യം. വഇദാ ഹശിയു മൗജുൻ കദ്ദുലൽ ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായ കീഴ്വണക്കം അല്ലാഹ്. ആ അടിമക്ക് വേറൊന്നും പേടിക്കണ്ട. ആ അടിമ പിന്നെ ഒന്നിനെയും പേടിക്കില്ല. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നവർ അല്ലാഹുവിനെയല്ലാതെ ലോകത്തൊരു പട്ടാളത്തെയും ഒരു സൈന്യാധിപനെയും ഒരു നേതാവിനെയും ദുനിയാവിൽ ഒരു പ്രതിസന്ധികളെയോ ഭയപ്പെടില്ല. അവന്റെ വിചാരണ റബ്ബേറ്റെടുത്തിരിക്കുന്നു എന്ന് പള്ളി പരിപാലനത്തിന്റെ കമ്മിറ്റി ഏൽപ്പിച്ച ഭിന്നമായ എന്ന് പറയുന്നത് എന്താണ്? അവിടെയും പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്. 5-ാമത്തെ ഗുണതാണ് അല്ലാഹനെ മാത്രം പേടിക്കുന്ന ആളുകൾ. സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം. ഒരു വിഭാഗം ദീനിന്റെ പ്രബോധനം നിർത്തിവെച്ചാൽ മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യർജില്ലാഹു ബിഖൗമിൻ. അതും പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞത് എന്താണ്? വലാ യഖാഫൂന ലൗമത ലാഇൻ. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്തവർ, റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ചവർ. അങ്ങനെ റബ്ബിനെ മാത്രം മുൻനിർത്തി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു വലിയ മുതൽക്കൂട്ടാക്കി ഈ സംരംഭങ്ങളെ മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.